ഹായ് ഓൾ, എല്ലാവർക്കും സൈലം ഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ തമ്പ് കണ്ടിട്ടുണ്ടാവും, പ്രസ്താവനാ ചോദ്യങ്ങളാണ്. നമ്മുടെ മാത്സിൽ നിന്ന് ചോദിക്കാവുന്ന പ്രസ്താവനാ ചോദ്യങ്ങൾ. മുൻവർഷത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ബാക്കി കുറേ SCERT ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വരാനിരിക്കുന്ന LDC പരീക്ഷയ്ക്കും LPUP പരീക്ഷയ്ക്കും KTET പരീക്ഷയ്ക്കും എല്ലാം ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ LDC എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിക്കുക, പോളിനോമിയൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾക്ക് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. P of x സമം 2x² + 4x - 5 എന്ന ബഹുപദത്തെ, ബഹുപദം എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയായി തന്നിട്ടുള്ളത് P of -1 സമം 7. രണ്ടാമത്തെ പ്രസ്താവന, ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. അപ്പോൾ രണ്ട് പ്രസ്താവനകളും മനസ്സിലായല്ലോ. P of x എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ് നമ്മുടെ കയ്യിലുള്ളത്, ബഹുപദമാണ് നമ്മുടെ കയ്യിലുള്ളത്. P of x സമം 2x² + 4x - 5 അല്ലേ. ഇതിലെ ആദ്യത്തെ പ്രസ്താവന എന്താ പറയണേ നോക്കൂ. P of -1ന്റെ വില. P of -1 നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എവിടെയൊക്കെയാണോ നിങ്ങളുടെ P of xനകത്ത് x ഉള്ളത് ആ പ്ലേസിലൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? -1. അതായത് ഈ P of xന്റെ സ്ഥാനത്ത് -1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം xന്റെ സ്ഥാനത്ത് എന്ത് തന്നെയാവും? -1 തന്നെയാവും. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 2 × -1ന്റെ സ്ക്വയർ. ഒരു നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയർ എന്താ? പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ 2 × 1 2 കിട്ടും. ഇനി അടുത്തത് നോക്കൂ, 4 × -1. ഉത്തരം എന്താ വരിക? -4 അല്ലേ. 4 × -1, പോസിറ്റീവ് × നെഗറ്റീവ് മൈനസ്. അടുത്ത -5. ഇനി നമുക്കിതിനെ എങ്ങനെ ചെയ്യാൻ പറ്റുക? 2 - 4 - 5 എന്ന് പറയുമ്പോൾ 2 - 9 വരും. 2 - 9 ഉത്തരം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? -7 ആണ് അല്ലേ. അപ്പം നമ്മൾ P of -1 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആൻസറായി കിട്ടിയത് -7 ആണ്. പക്ഷേ പ്രസ്താവനയിൽ 7ന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കുക. 1 തെറ്റായിട്ട് വരുന്നത്, ഇവിടെ നോക്കൂ, 1 തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമാണ്. ഓപ്ഷൻ സിയിലും അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിലും അല്ലേ. ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും 1 തെറ്റ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്. അപ്പോൾ ഇവിടെ ആ ഓപ്ഷൻ ഡി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സി ആൻസർ ആയിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ 2 ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ പ്രസ്താവനയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ബഹുപദത്തെ നേരിട്ട് 2 കൊണ്ട് ഹരിക്കാൻ കഴിയോ? കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഒരു ബഹുപദത്തെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് നോക്കുക? ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് P of x എന്ന് പറയുന്ന പോളിനോമിയൽ 2x² + 4x - 5 എന്നാണല്ലോ. ഇതിൽ നമ്മൾ എക്സിന് ഇഷ്ടമുള്ളൊരു വാല്യൂ ഏതെങ്കിലും ഒരു സംഖ്യ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ P of 2 കണ്ടുപിടിക്കുകയാണ്. P of 2 നമ്മൾ തൊട്ടു മുന്നേ P of -1 കണ്ടുപിടിച്ചില്ലേ? അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P of 2 ഒന്ന് കണ്ടുപിടിക്കാം. എന്താ വരുന്നത്? 2 × 2ന്റെ സ്ക്വയർ + 4 × 2 - 5 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഇവിടെ 2ന്റെ സ്ക്വയർ 4 ആവും. 4 × 2 നമുക്കിവിടെ 8 വരും. പ്ലസ് ഇവിടെയും ഒരു 8 വരും. -5. 8 8 16. 16 ൽ നിന്ന് 5 പോകുമ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് എന്താ? 11 അല്ലേ. ചുമ്മാ ഞാനൊരു 2 ഒരു വാല്യൂ ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ P of 2ന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അല്ലേ.
ഈ ഒരു പി ഓഫ് 2 ആ പോളിനോമിയലിന്റെ വാല്യൂരെ, ആ പോളിനോമിയലിന്റെ വിലയെ നമ്മൾക്കൊന്ന് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 2 10, ശിഷ്ടം വരുന്നത് എത്രയാ? 1 അല്ലേ? അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഈ ബഹുപദത്തെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും എന്നല്ലേ. അപ്പൊ നമ്മൾ ആ ബഹുപദത്തിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ആ വാല്യൂവിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്താണ് വരുന്നത്? നമുക്ക് 1 വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി നിങ്ങൾക്ക് വേറെ സംഖ്യ വേണമെങ്കിൽ ഉപയോഗിക്കാം. പി ഓഫ് 3 ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. എന്ത് ചെയ്താലും നമുക്ക് ആൻസർ അങ്ങനെ തന്നെയാണ് വരുന്നത്. 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 മൈനസ് 5 എന്ന് എഴുതാം അല്ലേ. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 18 പ്ലസ് 12 മൈനസ് 5 എന്ന് വരുന്നു. ഇവിടെ ഉത്തരം വരുന്നത് 25. ഇനി 25നെ വീണ്ടും നിങ്ങൾ 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ നമുക്കറിയാം അല്ലേ, 12 ഇൻറ്റു 2 24. ശിഷ്ടം നോക്കിയേ, 1 വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന അനുസരിച്ച് ആ ഒരു പോളിനോമിയലിനെ 2 കൊണ്ട് ഹരിച്ചാൽ എല്ലായ്പ്പോഴും ശിഷ്ടം എന്താ വരുന്നത്? 1 വരുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? പ്രസ്താവന 1 തെറ്റും 2 ശരിയുമാണെന്ന്. സോ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ്. 1 തെറ്റ് 2 ശരി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പി ഓഫ് -1ന്റെ വില 7 എന്നാണ് ചോദ്യത്തിലുള്ളത്, പ്രസ്താവനയിലുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയ ഉത്തരം -7ആണ്. സോ ആ -1 മാറിപ്പോയാൽ നമ്മുടെ മാർക്ക് പോവാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ഒരു ശ്രേണിയാണ് തന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് സമാന്തര ശ്രേണി പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ 1, 4, 9, 16 എന്ന ശ്രേണിയാണ് നമുക്കുള്ളത്. അതിലെ ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. അടുത്ത 2 പദങ്ങൾ 25ഉം 36ഉം ആണ്. രണ്ടാമത്തെ പ്രസ്താവന ശ്രേണിയിലെ 10ാം പദം 81 ആണ്. ശ്രേണിയിലെ 10ാം പദം 81 ആണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന 1000 ഈ ശ്രേണിയിലെ ഒരു പദമല്ല. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ശ്രേണി ഒന്ന് എഴുതി നോക്കിക്കേ. 1, 4, 9, 16 എക്സെട്ര. ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതെന്താണ്? സ്ക്വയറുകളാണ്, വർഗങ്ങളാണ്. 1ന്റെ സ്ക്വയർ ആണ്, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ആ ഒരു ശ്രേണിയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത 2 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒന്നാമത്തെ പദം 1ന്റെ സ്ക്വയറും രണ്ടാമത്തെ പദം 2ന്റെ സ്ക്വയറും മൂന്നാമത്തെ പദം 3ന്റെ സ്ക്വയറും നാലാമത്തെ പദം 4ന്റെ സ്ക്വയറും ആണെങ്കിൽ അടുത്തത് 5ാമത്തെ പദം 5ന്റെ സ്ക്വയറും 6ാമത്തെ പദം 6ന്റെ സ്ക്വയറും ആയിരിക്കില്ലേ? ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ 5ന്റെ സ്ക്വയർ 25ഉം 6ന്റെ സ്ക്വയർ എത്രയാ? 36 ആണ്. സോ ആ തന്നിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവന എന്താ? ശരിയാണ് അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പക്ഷെ ആ ഒരു പ്രസ്താവന ശരിയായതുകൊണ്ട് നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാത്തിലും ഒന്നാമത്തെ പ്രസ്താവന എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത പ്രസ്താവനയിലേക്ക് കൂടെ പോവേണ്ടതുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും ഒക്കെ സ്ക്വയറുകളാണ് തന്നിട്ടുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10ാമത്തെ ഒരു പദം വരുമല്ലോ. അപ്പൊ 10ാമത്തെ പദം എന്തായിരിക്കും? 10ന്റെ സ്ക്വയർ ആയിരിക്കും. അതായത് 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. പക്ഷെ പ്രസ്താവനയിലേക്ക് നോക്കൂ. 10ാം പദം എന്ന് പറയുന്നത് 81 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. 81 എത്രാമത്തെ പദമായിരിക്കും? 9ന്റെ സ്ക്വയർ ആണല്ലേ 81. 9ാം പദമാണ് 81. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് 10ാമത്തെ പദമാണ് 81 എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് പോകാം. 1000 ഈ ശ്രേണിയിലെ ഒരു പദമല്ല. 1000 ഈ ശ്രേണിയിലെ ഒരു പദമല്ല എന്നാ പറയുന്നത്. അപ്പോൾ ശ്രേണി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാ? എല്ലാ പദത്തിന്റെയും സ്ക്വയർ ആണ് അല്ലെ, വർഗമാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയുടെ വർഗമായിട്ട് നമുക്ക് 1000ത്തെ എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. 10ന്റെ സ്ക്വയർ 100 ആണ്. 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 ആണ്. അല്ലാതെ എന്തല്ല? 1000 അല്ല.
സോ നമുക്ക് എന്ത് പറയാം? മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏത് മാത്രമേ ശരിയുള്ളൂ? ഒന്ന് മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആയില്ലേ? ഒന്ന് മാത്രമാണ് ശരി, ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജ്യാമിതിയുമായി ബന്ധപ്പെട്ടതാണ്. ജിയോമെട്രിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഒരു ബഹുഭുജത്തിൽ, എന്താണ് ബഹുഭുജം എന്ന് പറഞ്ഞാൽ? പോളിഗൺസ് എന്ന് പറയും അല്ലേ? ട്രയാങ്കിൾ, സ്ക്വയർ, പെന്റഗൺ തുടങ്ങിയവയെല്ലാം എന്താണ്? ബഹുഭുജങ്ങളാണ്. അപ്പോൾ ഒരു ബഹുഭുജത്തിൽ ആന്തരകോണുകളുടെയും ബാഹ്യകോണുകളും 5:1 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു ബാഹ്യകോണിന്റെയും ആന്തരകോണിന്റെയും തുക 180 ഡിഗ്രിയാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ബാഹ്യകോണിന്റെ അളവ് 30 ഡിഗ്രിയാണ്. മൂന്നാമത്തേത് ബഹുഭുജത്തിന് 12 വശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം എന്താണ് ഒരു ബഹുഭുജം, അവയുടെ ബാഹ്യകോണും ആന്തരകോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നെല്ലാം എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാനിവിടെ ഒരു ബഹുഭുജം, ഒരു 5 വശമുള്ള ഒരു ബഹുഭുജം ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. നോക്കൂ. അപ്പോ ഈ ബഹുഭുജം സമബഹുഭുജം എന്നും പറയാം, ബഹുഭുജം എന്ന് പറയാം. സമബഹുഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ബഹുഭുജങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമബഹുഭുജം എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ഒരു ബഹുഭുജത്തിന്റെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ബഹുഭുജത്തിൽ ഏതെങ്കിലും ഒരു വശം നമ്മളൊന്ന് നീട്ടി വരച്ചു കഴിയുമ്പോൾ ഇവിടെ അകത്തൊരു കോണും പുറത്തൊരു കോണും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഉള്ളതിനെയാണ് നമ്മൾ വിളിക്കുക, ആ ബഹുഭുജത്തിന്റെ ഉള്ളിലുള്ള കോണിനെയാണ് നമ്മൾ വിളിക്കുക ആന്തരകോണെന്ന്. ബഹുഭുജത്തിന്റെ പുറത്തുള്ള കോണിനെയാണ് നമ്മൾ വിളിക്കുക ബാഹ്യകോണെന്ന്. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും. ഷേപ്പിനകത്താണെങ്കിൽ ആന്തരകോൺ, ഷേപ്പിന് പുറത്താണെങ്കിൽ ബാഹ്യകോൺ. ഇനി ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ 2 കോണുകളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. മനസ്സിലായോ? ആന്തരകോൺ പ്ലസ് ബാഹ്യകോൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇതൊരു രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ആണ്. രേഖീയ ജോഡികളിലെ കോണുകൾ എല്ലായ്പ്പോഴും 180 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കൂ. ബാഹ്യകോണിന്റെയും ആന്തരകോണിന്റെയും തുക 180 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സംഗതി തന്നെയാണത്. ആന്തരകോണും ബാഹ്യകോണും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താന്ന് പറയാം? ശരിയാണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാഹ്യകോണിന്റെ അളവ് 30 ഡിഗ്രിയാണ് എന്നാണ്. ബാഹ്യകോണിന്റെ അളവ് 30 ഡിഗ്രിയാണെന്ന്. അതായത് ഇവിടെ ആന്തരകോണും ബാഹ്യകോണും തമ്മിലുള്ള ഒരു അംശബന്ധം നമുക്കറിയാം. അതാണ് 5:1. മനസ്സിലായോ? ബാഹ്യകോണും ആന്തരകോണും തമ്മിലുള്ള അംശബന്ധമാണ്, അല്ല തിരിച്ചാണ് അല്ലേ? ഇത് ആന്തരകോണാണ്. ആന്തരകോണും ബാഹ്യകോണും തമ്മിലുള്ള അംശബന്ധം, ആന്തരകോണും ബാഹ്യകോണും തമ്മിലുള്ള അംശബന്ധം 5:1 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോയിൽ 5:1 എന്ന് പറയുന്നത്, അതായത് ഈ 5ഉം 1ഉം കൂടെ റേഷ്യോയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 180 കിട്ടുന്നത്. അതായത് ഇവിടെ 6 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. സോ ഇവിടെ ബാഹ്യകോണിന്റെ അളവ് 30 ഡിഗ്രിയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റേഷ്യോയിലെ 6 180 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ബാഹ്യകോൺ റേഷ്യോയിൽ എത്രയാണ്? 1 ആണ്. ആ 1 എത്രയാണെന്ന് നമ്മൾ നോക്കിയാൽ പോരെ? അപ്പോൾ ആ 1 നമുക്ക് നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിനെ ജസ്റ്റ് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1 × 180/6 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? ഒരു ബാഹ്യകോണിന്റെ അളവ് വരുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറയാം? ശരിയാണ് എന്ന് പറയാം. ഒരു ബാഹ്യകോണിന്റെ അളവ് 30 ഡിഗ്രിയാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബഹുഭുജത്തിന് 12 വശങ്ങളുണ്ട് എന്നാ പറയുന്നത്. സോ ഇവിടെ നമ്മൾ
ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നോക്കൂ, ഓപ്ഷൻ എ ഒന്നുണ്ട് അല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ശരിയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് ശരിയാണോ നോക്കുന്നത്, പഠിച്ചു വെക്കാം. നമുക്കൊരു ബാഹ്യകോൺ കണ്ടുപിടിക്കാൻ, ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ കണ്ടെത്താൻ ഏതൊരു ബഹുഭുജം എടുത്താലും അവയുടെ എല്ലാം ബാഹ്യകോണുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 360 ഡിഗ്രിയാണ്. എന്താണ്, ഏത് ബഹുഭുജം എടുത്താലും അവയുടെ എല്ലാം ബാഹ്യകോണുകളുടെ അല്ലെങ്കിൽ പുറം കോൺ എന്നൊക്കെ പറയും, പുറം കോണുകളുടെ എല്ലാം തുക എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിലെ ഒരു ബാഹ്യകോൺ എന്ന് പറയുന്നത് 360/n ആണ്. 360/n. അപ്പോൾ എന്താണ് ഈ n? ആ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാഹ്യകോൺ 30 ഡിഗ്രിയാണെന്ന് ഓൾറെഡി രണ്ടാമത്തെ പ്രസ്താവനയിൽ കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് n എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, എത്ര വശമുണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? 360/30 ചെയ്താൽ മതി. 360നെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും, 12 അല്ലേ. അപ്പോൾ ഈ ഒരു ബഹുഭുജത്തിന് 12 വശങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ, മൂന്നാമത്തേത്. ഈ ഒരു ബഹുഭുജത്തിന് 12 വശങ്ങളുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ 3 സ്റ്റേറ്റ്മെന്റും എന്താ, ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം. ഇവിടെ സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. സർവസമവാക്യങ്ങളല്ല, ഭിന്നസംഖ്യകൾ, അതിൻ്റെ ബേസിക് ഓപ്പറേഷൻ അറിയുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് നോക്കൂ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു, x/a + y/b = x + y/a. ഇവിടെ ഒന്ന് മാറ്റണേ, x/a + y/a ആണ് കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് x/a + y/a = x + y/a. അടുത്തതോ x/a + y/b എന്ന് പറയുന്നത് x + y/a + b എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് a/b × x/y എന്ന് പറയുന്നത് ax/by എന്ന് തന്നിട്ടുണ്ട്. നാലാമത്തേത് x/a - y/a = x - y/a എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാം ഭിന്നസംഖ്യകളുടെ ഓപ്പറേഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, അംശം എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയുടെ മുകളിൽ എഴുതുന്ന വാല്യൂ, ഛേദം എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യയുടെ താഴെ എഴുതുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ x/a + y/a എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഛേദങ്ങൾ എങ്ങനെയാണ്? തുല്യമാണ്. ഛേദങ്ങൾ തുല്യമായാൽ അംശങ്ങളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. അപ്പോൾ ഇവിടെ എന്താ വരിക? ഛേദം തുല്യമായതുകൊണ്ട് തന്നെ അവയെ ഒരു തവണ എഴുതിയാൽ മതി. അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ x + y. നോക്കൂ, x/a + y/a എന്ന് പറയുന്നത് എന്താണ്? x + y/a ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. x/a + y/b എന്ന് പറഞ്ഞാൽ നമുക്ക് x + y/a + b എന്ന് എഴുതാൻ കഴിയില്ല. ഇതിനെ ക്രോസ് ചെയ്തേ എഴുതാൻ കഴിയുള്ളൂ. അതായത് bx + ay/ab എന്നേ നമുക്കിതിനെ എഴുതാൻ കഴിയുള്ളൂ. പക്ഷേ അതാണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്? അല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. ഇനി മൂന്നാമത്തേലേക്ക് പോവാം. a/b × x/y. ഇനി നിങ്ങൾക്ക് ഈ a/b × x/y എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളെ തമ്മിൽ ഗുണിക്കാനാണ് തന്നിട്ടുള്ളത്. ഭിന്നസംഖ്യകളെ ഗുണിക്കാൻ നിങ്ങൾ ഇങ്ങനെ നേരിട്ട് തന്നെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ax/by ആയിരിക്കും. ax/by. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. x/a - y/a. നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഭിന്നസംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാനായിട്ട് ഛേദങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം. ഛേദം തുല്യമായി കഴിഞ്ഞാൽ മുകളിൽ
അവയെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. എക്സ് മൈനസ് വൈ ബൈ എ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നതിൽ 1, 3, 4 എന്താണ്? ശരിയാണ്. അപ്പോൾ അത് ഓപ്ഷനിൽ വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1, 3, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ നാലാമത്തെ ക്വസ്റ്റ്യൻ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം നോക്കൂ. തുടർച്ചയായ 7 സംഖ്യകളുടെ ശരാശരി 33 ആയാൽ ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ഇത് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഒന്നാമത്തെ പ്രസ്താവനയായിട്ട് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഒരു 7 സംഖ്യകളുടെ ശരാശരി 33 ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ 36 ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ഏറ്റവും ചെറിയ സംഖ്യ 28 ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത് മീഡിയൻ 33 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? തുടർച്ചയായ 7 സംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, 1, 2, 3, 4 എന്ന് എഴുതുന്ന സംഖ്യ എന്താണ്? തുടർച്ചയായ സംഖ്യകളാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായ 7 സംഖ്യകളാണെങ്കിൽ ഈ 7 എണ്ണം എന്ന് പറയുന്നത് ഒരു ഒറ്റ എണ്ണമാണ് അല്ലേ? ഒറ്റ എണ്ണമാണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 സംഖ്യകൾ എഴുതുമ്പോൾ ആ 7 സംഖ്യകളുടെ നടുവിലുള്ള, അതായത് മിഡിലിൽ വരുന്ന സംഖ്യ ആയിരിക്കും ഈ ശരാശരി എന്ന് പറയുന്നത്. അതായത് നമ്മൾ 33 സെൻറ്റർ മോസ്റ്റ് വാല്യൂ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ബാക്കി ഈ വശത്ത് ഒരു 3 സംഖ്യകൾ ഉണ്ടാവും, 33ന്റെ ഇടതുവശത്തും 3 സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ ടോട്ടലി ഇവിടെ ഇപ്പം എത്ര സംഖ്യകളുണ്ട്? 7 സംഖ്യകളുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായ 7 സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരാശരി തരുന്നത് ആ സംഖ്യകൾ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ സെൻറ്റർ മോസ്റ്റ് ആയിട്ടുള്ള ആ നമ്പർ ആയിരിക്കും. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് ആ സംഖ്യകൾ ബാക്കിയുള്ളത് എഴുതിക്കൂടെ? ഇത് 33 ആണെങ്കിൽ ഇത് 34, 35, 36. ഇപ്പുറത്തേക്ക് വരുമ്പോൾ 32, 31, 30. ഇതായിരിക്കും ആ സംഖ്യകൾ. ഇനി നിങ്ങൾ ആ പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കൂ. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 36 ആണല്ലോ. ഈ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 36 അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും ചെറിയ സംഖ്യ 28 ആയിരിക്കും. ആണോ? ഏറ്റവും ചെറിയ സംഖ്യ 28 ആണോ? അല്ല, 30 ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. ഇനി മീഡിയൻ 33 ആയിരിക്കും. എന്താണ് ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ? ഈ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ മീഡിയന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് സംഖ്യകൾ ഉണ്ടെങ്കിൽ ആ സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുമ്പോൾ സെൻറ്റർ മോസ്റ്റ് ആയിട്ട് വരുന്ന, നടുവിൽ വരുന്ന ആ വിലയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അതായത് സംഖ്യകളെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ സെൻറ്റർ മോസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ അങ്ങനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ തന്നെയല്ലേ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ സെൻറ്റർ മോസ്റ്റ് ആയിട്ട് വരുന്ന ആളാരാണ്? ഈ ശരാശരി എന്ന് പറയുന്ന 33 തന്നെ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉം ശരിയല്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. 1ഉം 3ഉം ശരി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, അംശത്തിൽ 0 വന്നാൽ അതിൻ്റെ വില 0 ആയിരിക്കും. അറിയാലോ, മുകളിൽ എഴുതുന്ന ഒരു ഭിന്നസംഖ്യയിൽ മുകളിൽ എഴുതുന്നത് അംശവും താഴെ എഴുതുന്നത് എന്താണ്? ഛേദവുമാണ്. അപ്പോൾ അംശത്തിൽ മുകളിൽ എഴുതുന്ന വാല്യൂ 0 വന്നാൽ അതിൻ്റെ വില, ആ ഭിന്നസംഖ്യയുടെ വില 0 ആയിരിക്കും എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിഷമ ഭിന്നത്തിൽ അംശം ഛേദത്തേക്കാൾ വലുതായിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിഷമ ഭിന്നത്തിന്റെ വില എല്ലായ്പ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. നാലാമത്തേത്, സാധാരണ ഭിന്നത്തിന്റെ വില 0നും 1നും ഇടയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 4 സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. വലിയ സെന്റൻസുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഭിന്നസംഖ്യകൾ പഠിക്കുമ്പോൾ ശരിക്കും ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൂ. ഇപ്പം നമ്മൾക്ക് 1/2 എന്ന്
ഒരു ഭിന്നസംഖ്യ എഴുതിയാൽ ഈ ഭിന്നസംഖ്യയിൽ അംശം 1 ഛേദം 2 ആണ്. അംശം വലുതും ഛേദം എന്താണ്? അംശം ചെറുതും ഛേദം എന്താണ്? വലുതുമാണ്. ഇത്തരം ഭിന്നസംഖ്യകളാണ് സാധാരണ ഭിന്നസംഖ്യ. ഇത് നേരെ തിരിഞ്ഞു വന്നാൽ അംശം വലുതും ഛേദം ചെറുതും വന്നാൽ അവയെ നമ്മൾ എന്ത് വിളിക്കും? വിഷമഭിന്നം എന്ന് വിളിക്കും. അതാണ് 2 തരത്തിലുള്ള ഭിന്നസംഖ്യകൾ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെ ഒരു ഭിന്നസംഖ്യയിൽ മുകളിൽ ഇപ്പോൾ 0/5 എന്ന് വിചാരിക്കാം. അംശം 0 ഛേദം 5 ആണെങ്കിൽ ഇവിടെ നമുക്ക് അംശം 0 വന്നാൽ എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അംശത്തിൽ 0 വന്നാൽ. അപ്പോൾ ഇങ്ങനെ അംശത്തിൽ 0 വന്നാൽ അത്തരം ഭിന്നസംഖ്യകളുടെ വില എല്ലായ്പ്പോഴും എന്തുതന്നെയാണ്? 0 തന്നെയാണ്. അംശത്തിൽ 0 വന്നാൽ എന്താണ്? ഭിന്നസംഖ്യയുടെ വില 0 എന്നാൽ ഛേദത്തിൽ 0 വന്നാൽ ഭിന്നസംഖ്യയുടെ വില 0 ആയിരിക്കില്ല. അങ്ങനെ ഒരു വില ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഛേദത്തിൽ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? വില 0 ആയിരിക്കില്ല. അതൊന്ന് ഓർത്തു വെച്ചോളൂ. രണ്ടാമത്തെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വിഷമഭിന്നം എന്ന് പറയുമ്പോൾ 7/3 അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് വിഷമഭിന്നം എന്ന് പറയുന്നത്. അതിൽ അംശം ഛേദത്തേക്കാൾ വലുതായിരിക്കും. കണ്ടോ, ഞാൻ എഴുതിയിരിക്കുന്ന നമ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും അംശം വലുതും ഛേദം ചെറുതുമായിരിക്കും. നമ്മൾ ചുമ്മാ ഒരു ഭിന്നസംഖ്യ എഴുതാൻ പറഞ്ഞാൽ നിങ്ങളോട് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു 1/2 1/3 ഒക്കെ ആയിരിക്കും. അതെല്ലാം എന്താണ്? സാധാരണ ഭിന്നസംഖ്യയാണ്. അംശം ചെറുതും താഴെ വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെല്ലാം സാധാരണ ഭിന്നസംഖ്യകളാണ്. വിഷമഭിന്നം എന്ന് പറയുമ്പോൾ അംശം വലുതും പിന്നെന്താ? ഛേദം ചെറുതുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ് അല്ലേ? വിഷമഭിന്നത്തിൽ അംശം ഛേദത്തേക്കാൾ വലുതായിരിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വിഷമഭിന്നത്തിന്റെ വില എല്ലായ്പ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ 7നെ 3 കൊണ്ട് ഹരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇവിടെ 2 3 6 അല്ലേ? എന്തായാലും 2 ആണ് വരുന്നത് അല്ലേ? 2.5 ആണ് ഈ ഒരു ഭിന്നസംഖ്യയുടെ വില വരുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കാം, വിഷമഭിന്നത്തിന്റെ വില എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1നേക്കാൾ വലുതായിരിക്കും. സാധാരണ ഭിന്നത്തിന്റെ ആണെങ്കിൽ അത് 0നും 1നും ഇടയ്ക്കുമായിരിക്കും. 1/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ വില എത്രയാണ്? 0.5 അല്ലേ? സോ സാധാരണ ഭിന്നത്തിൽ ഭിന്നസംഖ്യയുടെ വില 0നും 1നും ഇടയിലും, വിഷമഭിന്നത്തിൽ ഭിന്നസംഖ്യയുടെ വില 1നേക്കാൾ വലുതുമായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായി കിട്ടി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സാധാരണ ഭിന്നത്തിന്റെ വില 0നും 1നും ഇടയിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ. 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തരുന്നു, അലാറത്തിന്റെ ഇടവേള 3 മിനിറ്റ് ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അലാറത്തിന്റെ ഇടവേള 3 മിനിറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അലാറം അടിക്കുന്ന തൊട്ടടുത്ത സമയം 8:38 AM ആയിരിക്കും. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന ഈ 3 അലാറം അതിനെ അടുത്ത് ശബ്ദിക്കുന്ന സമയം എന്ന് പറയുന്നത്, അതിൻ്റെ ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഇടവേള എന്ന് പറയുന്നത് ഈ 3 സംഖ്യയുടെയും LCM ആണ്, ലാസാഗു ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 12, 15, 18 എന്നീ സംഖ്യകളുടെ LCM കാണണം. 12, 15, 18 എന്നീ സംഖ്യകളുടെ LCM കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് LCM ആയിട്ട് 180 സെക്കൻഡ് ആണ് കിട്ടുന്നത്. എത്രയാണ്? 180 സെക്കൻഡ് ആണ് LCM ആയിട്ട് നമുക്ക് കിട്ടാം. അപ്പോൾ ഈ 3 ക്ലോക്കുകൾ ഇനി ആദ്യം ഒരുമിച്ച് ഒരു സമയത്ത് അലാറം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത 180 സെക്കൻഡിന് ശേഷമായിരിക്കും ഒരുമിച്ച് അലാറം അടിക്കുന്നത്.
അപ്പം നമുക്കിവിടെ 8:35 AM ഇവ ഒരുമിച്ച് മുഴങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അലാറം 8:35 AM ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ LCM ആയ ഈ 180 സെക്കൻഡിന് ശേഷമായിരിക്കും അടുത്ത അലാറം അടിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ LCM ആണ് ഈ അലാറം അടിക്കുന്ന ആ ടൈമിൻ്റെ ഇടവേള എന്നല്ലേ? ആണല്ലോ. ഇപ്പോൾ ഈ 180 സെക്കൻഡിന് നമുക്കൊന്ന് മിനിറ്റ് ആക്കി നോക്കിയാലോ? എങ്ങനെയാണ് മിനിറ്റ് ആക്കുന്നത്? 180നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 3 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ? 3 മിനിറ്റ്. അപ്പോൾ 8:35 AM അലാറം അടിച്ചാൽ അടുത്തത് എപ്പോഴാണ് അടിക്കുക? 3 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അലാറത്തിൻ്റെ ഇടവേള എന്ന് പറയുന്നത് എത്രയാണ്? 3 മിനിറ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അലാറം അടിക്കുന്ന തൊട്ടടുത്ത സമയം. 8:35 ആദ്യം അലാറം അടിച്ചാൽ അടുത്തത് എപ്പോഴാണ് അടിക്കുക? 3 മിനിറ്റിന് ശേഷം. അപ്പോൾ ഈ 8:35 നമ്മളൊരു 3 മിനിറ്റിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8:38 AM ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും എന്താ? ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരി. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ പ്രസ്താവന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.